ഹായ് എല്ലാവർക്കും SCERT സാമഗ്രിയിലേക്ക് സ്വാഗതം. കലാസാഹിത്യ സംസ്കാരത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? എന്താണ് ക്വസ്റ്റ്യൻ? മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസന വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ആൻസർ വിദ്യാവിനോദിനി കേട്ടോ. വിദ്യാവിനോദിനിയിലാണ് വാസന വികൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏതാണ്? വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി. ഏതാണ്? വല്ലി കേട്ടോ, വല്ലിയാണ്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലി, ദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ, ഇതൊക്കെ ആരുടെ കൃതികളാ? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലി, ദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ, ഇതൊക്കെ ആരുടെ രചനകളാണ്? അത് SK പൊറ്റക്കാടിന്റെ രചനകളാണ്. വിഷകന്യക, ചന്ദ്രകാന്തം, ബാലി, ദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിന്റെ കൃതികളാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? അണ്ടിൽ ഓഗസ്റ്റ് ആണ്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാരാണ്? ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാരാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാൻ കേട്ടോ. രാമവർമ്മ അപ്പൻ തമ്പുരാൻ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാരാണ്? മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മയാണ്. ആറ്റൂർ രവിവർമ്മയാണ് മേഘരൂപൻ എന്ന കവിത എഴുതിയതാരാണ്? ആറ്റൂർ രവിവർമ്മ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാരാണ്? ആറ്റൂർ രവിവർമ്മയാണ്. അമ്മ എന്ന നോവൽ എഴുതിയതാരാ? അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി. ഒരു കോഡ് പറയട്ടെ, അമ്മ മാക്സിയുടെ നിന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയാണ്. ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാരാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ്. ഇനി ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാ? ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? എബ്രഹാം വർഗീസ് ആണ്. എബ്രഹാം വർഗീസിന്റെ നോവലാണ് ദി കവനന്റ് ഓഫ് വാട്ടർ എന്നത്. എബ്രഹാം വർഗീസിന്റെ നോവലാണ്. ജ്ഞാനപ്പാനയുടെ രചയിതാവാരാണ്? ജ്ഞാനപ്പാനയുടെ രചയിതാവാരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. ജ്ഞാനപ്പാനയുടെ രചയിതാവാരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? AJ ക്രോണിൻ. AJ ക്രോണിൻ എഴുതിയതാണ് ദി സിറ്റാഡൽ. ദി സിറ്റാഡൽ എന്ന നോവൽ എഴുതിയതാരാണ്? AJ ക്രോണിൻ എഴുതിയതാണ് ദി സിറ്റാഡൽ. ഹൈമവധ ഭൂവിൽ എന്ന യാത്രാ വിവരണ കൃതി ആരുടേതാണ്? MP വീരേന്ദ്രകുമാർ. താങ്ക് യു.